ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് കാണിക്കുന്നത് നമ്മൾ ചെറിയൊരു കട ഇട്ടിട്ടുണ്ട് കേട്ടോ. വർഷക്കാലം ആയതുകൊണ്ട് അമ്മയ്ക്ക് റോഡ് സൈഡിലൊന്നും വിൽക്കാൻ പറ്റില്ല ഉണ്ണിയപ്പമൊക്കെ. പിന്നെ മഴ ആയതുകൊണ്ട് കുറേ ദിവസമായി പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അയിനിക്കോട് അങ്ങാടിയിൽ തന്നെ കൊച്ചു കട ഇട്ടിട്ടുണ്ട്. ഒരു കൊച്ചു കട കെട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വിൽക്കാമല്ലോ വിചാരിച്ചൊക്കെ ഒരു കൊച്ചു കട. അതാകുമ്പോൾ മഴ ഇതൊന്നും കൊള്ളില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അച്ചാർ, ഉണ്ണിയപ്പം, പലവിധ അച്ചാറുകളുണ്ട് കേട്ടോ. മിക്സഡ് അച്ചാർ, മാങ്ങച്ചാർ, നാരങ്ങച്ചാർ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടാണ്. അപ്പോൾ നമ്മുടെ അയിനിക്കോട് അങ്ങാടിയിൽ നടുവിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങാടിയുടെ സെൻറ്ററിലാണ് നമ്മൾ ഈ ഒരു കൊച്ചു കട അറിയുന്നത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എല്ലാവരും ഒന്ന് കണ്ടേക്കുക. ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി ഒന്ന് വാങ്ങണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ മറക്കരുത്. ഓൾ ഓപ്ഷൻ ആക്കി കഴിഞ്ഞാലാണ് നമ്മളിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു കൊച്ചു കട. ഞങ്ങൾക്ക് ഒരാഗ്രഹം, എനിക്കുള്ളൊരു ആഗ്രഹമുണ്ട്, ഒരു കുഞ്ഞ് ഹോട്ടൽ തുടങ്ങുക. അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ എല്ലാവർക്കും ആ ഒരു ഫുഡ് കൊടുക്കാമെന്നൊക്കെ പറയും. ഒരു സന്തോഷമല്ല, അതും നല്ല ഫുഡ് കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ വയറ് നിറയെ നമ്മുടെ മനസ്സ് നിറയെ കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷമൊന്നുമില്ല. അമ്മ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള അച്ചാറുകളാണ് അമ്മേൻ്റെത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം, ഇത് നമ്മൾ അയിനിക്കോട് വെച്ച് ഇന്ന് കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം എന്ന് പറയാൻ ആരും ക്ഷണിച്ചിട്ടും കാര്യങ്ങളും അങ്ങനെ ഒരു ഉദ്ഘാടനമായിട്ട് തോരം കെട്ടി അത് റിബൺ മുറിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ആക്കി പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഓരോ മിഠായികളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഒരു കവറിൽ 7 ഉണ്ടാവും. അതിന് 30 രൂപയുടെ വന്ന്. പിന്നെ പലവിധ അച്ചാറുകളും ഉണ്ട്. അപ്പോൾ ഇതാ മാങ്ങച്ചാർ, നാരങ്ങച്ചാർ, മിക്സഡ് അച്ചാർ, അതുപോലെ തന്നെ മീനച്ചാറുണ്ട് കേട്ടോ. സൂതമീൻ അച്ചാറുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് പോയുമ്പോൾ എന്തോരം 100 നമ്മുടെ ഫസ്റ്റ് ഉദ്ഘാടനം ഞങ്ങൾ ഉമ്മറാക്കിയാണ് കേട്ടോ. അതിനെക്കൊണ്ടത് മാങ്ങച്ചാറല്ല, അച്ചാറിൻ്റെ ടേസ്റ്റ് വെക്കാൻ പറഞ്ഞു ഉമ്മറാക്കാനുണ്ട്. അപ്പോൾ ഉമ്മറാക്കിയായിരുന്നു അച്ചാറൊക്കെ ഉദ്ഘാടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കച്ചവടം നല്ല ഉഷാറായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വണ്ടൂർ, പാണ്ടിക്കാട് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ അച്ചാർ നമ്മൾ ഇപ്പോൾ ഈ വഴി പോകുമ്പോഴൊക്കെ കയറി വാങ്ങുക. എല്ലാവർക്കും നമ്മൾ അച്ചാർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും അറിയിക്കുക. ഇത് ഞങ്ങളുടെ സന്തോഷകരമായൊരു നിമിഷമാണ്. ഇതാണ് മീനച്ചാർ. നല്ല എണ്ണയിൽ വറുത്ത് ഉണ്ടാക്കിയ നല്ല കിടിലൻ മീനച്ചാറാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ ഈ ഒരു കൊച്ചു കടയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം വേണം. അതുപോലെ തന്നെ നമ്മുടെ പാണ്ടിക്കാട് വണ്ടൂർ വഴി ഈ വഴി പോകുന്നവരൊക്കെ നമ്മളെ കയറി കണ്ട് വാങ്ങുന്നത് നമ്മുടെ കുറച്ച് നല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിയത് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഉണ്ണിയപ്പം നല്ല രാവിലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ചൂടല്ലേ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാറുകൾ, പല രീതിയിലുള്ള അച്ചാറുകൾ, പല പല അച്ചാറുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈപ്പങ്ങ അച്ചാർ, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പോവുകയാണെങ്കിൽ അച്ചാറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ വേണ്ടവർ ഓർഡർ ചെയ്യുക. പിന്നെ ദൂരത്തുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, എത്തിക്കാനുള്ള സൗകര്യം കുറവാണ്, ബുദ്ധിമുട്ടാണ്. എന്നാലും ഇനി കൊറിയറുള്ള ബുദ്ധിമുട്ട് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു കൊച്ചു വിശേഷം ഇവിടെ അവസാനിപ്പിക്കും. നാളെ നല്ല ഉഷാറായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്വന്തം മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.